ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഹേമ മാധവ്. സോ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കാണ് ദ സ്ട്രക്ചർ ഓഫ് DNA. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടു ഹൗ ഹാഷി ആൻഡ് ചേസ് പ്രൂവ്ഡ് ദാറ്റ് DNA ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് DNA വന്നിട്ട് എങ്ങനെയാണ് നമ്മളുടെ പാരൻ്റൽ ജനറേഷൻ നിന്ന് ഫ്യൂച്ചർ ജനറേഷനിലോട്ട് പാസ് ഓൺ ആവുക. ഹാഷി ആൻഡ് ചേസ് കഴിഞ്ഞ് വരുന്ന ഫേമസ് രണ്ട് സയൻറ്റിസ്റ്റാണ് വാട്സൺ ആൻഡ് ക്രിക്ക്. വാട്സൺ ആൻഡ് ക്രിക്ക് വന്നിട്ട് they used a technique called the X-ray diffraction അല്ലെങ്കിൽ പറയുന്നത് ഫൈബർ ഡിസ്ട്രാക്ഷൻ. അതിൻ്റെ സ്ട്രക്ചറൽ ഇൻഫോർമേഷൻ മോളിക്യൂളിൻ്റെത് കണ്ടുപിടിച്ചു ബൈ യൂസിങ് ദ സ്കാറ്ററിങ് ഡാറ്റ ഓഫ് ദ എക്സ്റേസ്. സോ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. സോ ഐ ടോൾഡ് ലൈക്ക് വാട്സൺ ആൻഡ് ക്രിക്ക് വന്നിട്ട് എക്സ്റേ ഡിഫ്രാക്ഷനാണ് യൂസ് ചെയ്തത് DNA മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി. ലൈക്ക് ഹൗ ദേ ആർ പ്രസൻറ്റ് ഇൻ അവർ സെൽ, അവരുടെ ഫോർമേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, അവരുടെ ബാക്ക് ബോൺ എങ്ങനെയാണ്, അവരുടെ നേച്ചർ എങ്ങനെയാണ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഈ സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നതിന് ദേ ഗോട്ട് എ നോബൽ പ്രൈസ്. ദാറ്റ്സ് റൈറ്റ്, ദേ ഗോട്ട് എ നോബൽ പ്രൈസ്. അപ്പോൾ നമുക്ക് DNAയുടെ സ്ട്രക്ചർ നോക്കാൻ വേണ്ടി നമുക്ക് സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ഓവർവ്യൂ നോക്കാം. സോ ദിസ് ഈസ് അവർ സെൽ. നമ്മളുടെ സെല്ലിൻ്റെ ഉള്ളിലുള്ളതാണ് ന്യൂക്ലിയസ്. നമ്മളുടെ ന്യൂക്ലിയസിലുള്ളതാണ് ദ ക്രോമസോമൽ ടെറിട്ടറീസ്. ഈ ക്രോമസോമിൻ്റെ അകത്താണ് കുറേ DNA മോളിക്യൂൾസ് ഇരിക്കുന്നത്. ഈ DNA മോളിക്യൂൾസ്, ഇത്രയും DNA മോളിക്യൂൾസ് നമ്മളുടെ സെല്ലിൽ എങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്, വി വിൽ ബി ഡിസ്കസിങ് ദാറ്റ് ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഇപ്പം നമുക്ക് DNA മാത്രം നോക്കാം. സോ എക്സ്റേ ഡിഫ്രാക്ഷൻ ചെയ്തപ്പോൾ വാട്സൺ ആൻഡ് ക്രിക്കിന് DNA സ്ട്രക്ചർ കിട്ടിയിരിക്കുന്നത് DNAക്ക് 2 സ്ട്രാൻഡ് ഉണ്ട് ആൻഡ് ദേ ആർ ഗോയിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പോൾ ഇവിടെ 5' ഓൺ ദ ടോപ്പ് ആണെങ്കിൽ ഇതിൻ്റെ താഴത്തെ സ്ട്രാൻഡ് വന്ന് 3' ആയിരിക്കും. ഇവിടെ 5' ആണെങ്കിൽ താഴെ മേളിലത്തെ സ്ട്രാൻഡ് വന്നിട്ട് 3' ആയിരിക്കും. ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് 5' to 3'. ഓക്കെ, നെക്സ്റ്റ് ദ DNAയുടെ ഈ മൂവ്മെൻ്റ് ഇല്ലേ, ദിസ് മേക്സ് ദ DNA ഇൻ ടു എ ഹെലിക്കൽ ഷേപ്പ്. യെസ്, DNA ഇസ് എ ഹെലിക്കൽ ഷേപ്പ്. ലൂപ്പ് ഫോർമേഷൻ വന്നിട്ട് ഹെലിക്കൽ ഷേപ്പാണ്. പിന്നെ അടുത്ത ഇൻഫോർമേഷൻ വന്നിട്ട് ഈ ഒരു സ്ട്രാൻഡ് പോകുന്നില്ലേ, ഈ സ്ട്രാൻഡ് അകത്ത് ഞാൻ കുറേ PS എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് വന്നിട്ട് P and S എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. P സ്റ്റാൻഡ് ഫോർ ദ ഫോസ്ഫേറ്റ് ആൻഡ് S സ്റ്റാൻഡ്സ് ഫോർ ദ ഷുഗർ. ഇത് എന്താണ് ബാക്ക് ബോൺ, വൈ PS ബാക്ക് ബോൺ എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇനി കുറച്ച് ഫ്രണ്ടിൽ പോകുമ്പോൾ പറഞ്ഞു തരാം. നൗ ഈ ഷുഗർ ബാക്ക് ബോൺ വന്നിട്ട് പോളാറാണ്. ഇത് ഫേസസ് ടുവേർഡ്സ് ദ ഔട്ട്സൈഡ്. ഇത് വന്നിട്ട് നൈട്രജനസ് ബേസ് എന്ന് പറയും. ഈ കളർഫുൾ ATGC ഇത് വന്നിട്ട് നൈട്രജനസ് ബേസ് എന്ന് പറയും. ഇത് ഇൻസൈഡാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ബേസിൽ നിന്ന് വേറൊരു ബേസിനുള്ള ഡിസ്റ്റൻസ് വന്നിട്ട് 3.4 ആംസ്ട്രോങ് ആണ്. ഒരു ഹെലിക്കൽ ലൂപ്പ്, ഒരു ലൂപ്പ് ഇത് വന്നിട്ട് 34 ആംസ്ട്രോങ് ആണ്. ഇപ്പോൾ ഇഫ് ഐ ഡിവൈഡ് 34 by 3.4 ഐ വിൽ ഗെറ്റ് 10. അതായത് ഒരു ലൂപ്പിൽ ഐ ഹാവ് 10 ബേസസ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മളുടെ DNAയുടെ ഡയാമീറ്റർ ഇറ്റ്സ് 20 ആംസ്ട്രോങ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി ഞാൻ ഇതിനൊന്ന് സൂം ഇൻ ചെയ്യണം. ഇത്രയും പാർട്ടിനൊന്ന് സൂം ഇൻ ചെയ്യണം. സോ ഇഫ് ഐ സൂം ഇൻ, ഈ റെക്ടാങ്കിൾ ഈസ് മൈ ഷുഗർ, ഈ സർക്കിൾ ഈസ് മൈ ഫോസ്ഫേറ്റ്. ഈ കളർഫുൾ ബോക്സസ് ആണ് എൻ്റെ ബേസസ്. ഇത് കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് ഞാനിവിടെ കളർ ചെയ്തിട്ടില്ല. സോ യു ക്യാൻ സി ഈ A വന്ന് പെയറാവുന്നത് Tയിലൂടെ 2 ബോണ്ടും, ഈ G വന്ന് പെയറാവുന്നത് Cയിലൂടെയും ഇവിടെ വന്നിട്ട് 3 ബോണ്ടും. ഓക്കെ, ഈ ബോണ്ട് എന്തിനാണെന്ന് ഞാൻ ഇനിയും ഇലാബറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് 2 ബോണ്ടും 3 ബോണ്ടും. അപ്പം ഈ റെക്ടാങ്കിൾ ഷുഗറും സർക്കിൾ ഫോസ്ഫേറ്റും ഒരു ബേസും കൂടെ ചേർന്നാണ് പറയുന്നത് ന്യൂക്ലിയോടൈഡ്. ഓക്കെ, സോ ഞാൻ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് സൂം ഇൻ ചെയ്താൽ ഇതെൻ്റെ ഷുഗർ, ഇതെൻ്റെ ഫോസ്ഫേറ്റ്, ഇതെൻ്റെ ബേസ്. ഞാനിപ്പോൾ A എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇതെൻ്റെ 5'ഉം ഇതെൻ്റെ 3'ഉം. ഓരോരോ ന്യൂക്ലിയോടൈഡും ഈ 3' വന്ന് ജോയിൻ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പം എൻ്റെ ഇത് ലാസ്റ്റിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് 3'. ഇതിൻ്റെ സ്റ്റാർട്ടിങ് വന്ന് 5'.
സോ ഈ 5 പ്രൈം വന്നിട്ട് ഈ 3 പ്രൈമിലോട്ട് അറ്റാച്ച് ആവും. ഓക്കെ, ഗുഡ്. സോ ഇനി ഞാൻ ഈ ഒരു ന്യൂക്ലിയോടൈഡിനെ കുറച്ചും കൂടെ ഒന്ന് സൂം ഇൻ ചെയ്യാം. ഇനി നമ്മളുടെ അവരുടെ സ്കെലിറ്റൻ സ്ട്രക്ചറിലോട്ട് പോവാം. സോ ഈ ഷുഗർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ 5 കാർബൺ റിംഗ് ചെയിൻ, ഒരു പെൻറ്റഗൺ ഷേപ്പാണ്. ഓക്കെ, ഇറ്റ്സ് എ പെൻറ്റഗൺ ഷേപ്പ്. അപ്പം ഇതിൽ ഞാൻ നമ്പറിങ്, ഇപ്പം കാർബൺ നമ്പറിങ്സ് നമുക്കറിയാം, റൈറ്റ് ടു ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഓക്കെ, എൻ്റെ 5th കാർബൺ ആറ്റമിൽ വന്നിട്ടാണ് ഫോസ്ഫേറ്റ് അറ്റാച്ച് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, സോറി ഫോർ സെയിങ് ടു മച്ച് ഓഫ് ഓക്കെ, ബട്ട് എൻ്റെ ഫസ്റ്റ് കാർബണിൽ എൻ്റെ ബേസും അറ്റാച്ച് ആവും. സോ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ദിസ് സ്ട്രക്ചർ ഈസ് ആക്ച്വലി സെയിം ഫോർ ഓൾ. ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ബേസിന് മാത്രമാണ്. ആൻഡ് ദർ ആർ 4 ബേസസ് ഫൗണ്ട് ഇൻ DNA. അതിനെ 2 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ, പ്യൂറിൻസ് ആൻഡ് പിരിമിഡിൻസ്. പ്യൂറിൻസിലുള്ളതാണ് ഗ്വാനിൻ ആൻഡ് അഡിനിൻ, പിരിമിഡിൻസിലുള്ളത് സൈറ്റോസിൻ ആൻഡ് തൈമിൻ. ഇത് DNA വന്നിട്ട് ഗ്വാനിനെ ഡിനോട്ട് ചെയ്യുന്നത് G വെച്ച്, അഡിനിനെ A വെച്ച്, സൈറ്റോസിനെ C വെച്ച്, തൈമിനെ T വെച്ച്. G വന്ന് എപ്പോഴും സീൻ്റെ കൂടെ പേരാവും, A വന്ന് എപ്പോഴും ടീൻ്റെ കൂടെ പേരാവും. ദിസ് ഈസ് സെയിം ഫോർ DNA. ഡിഫറൻസ് പറഞ്ഞാൽ എവിടെയെന്ന് വെച്ചാൽ നമ്മളുടെ RNA-യിൽ തൈമിൻ എന്ന് പറയുന്നതില്ല. യെസ്, പിരമിഡിയൻസിൻ്റെ തൈമിൻ എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് T ദേ ഹാവ് RNA. ഇൻ RNA ദേ ഹാവ് യുറാസിൽ, U എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഈ A വന്ന് ഇൻസ്റ്റെഡ് ഓഫ് T ദേ വിൽ ബൈൻഡ് ടു U ഇൻ RNA. ഓക്കെ, സിൻസ് നമ്മൾ RNA കുറിച്ച് ഡിസ്കസ് ചെയ്തു, ക്യാൻ യു ടെൽ മീ വാട്ട്സ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ RNA ആൻഡ് DNA? ഈ DNA എന്ന് പറയുന്നത് വൈ വി കോൾ ദം ആസ് എ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് നമുക്ക് നോക്കാം. സോ ഇൻ ഹ്യൂമൻസിൽ ഈ RNA വന്നിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഓക്കെ, എക്സെപ്ഷൻ വരുന്നത് വൈറസസിനാണ്. ഇൻ വൈറസസ് ദേ ആർ ഡബിൾ സ്റ്റാൻഡേർഡ്. ഓക്കെ, എന്തിനാണ് വൈറസസിൽ RNA ഡബിൾ സ്റ്റാൻഡേർഡ്, നമുക്കത് ഇനി വരുന്ന വീഡിയോസിൽ നോക്കാം. ബട്ട് ഇൻ ഹ്യൂമൻസ് ദേ ആർ സിംഗിൾ സ്റ്റാൻഡേർഡ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ബേസ് അറ്റാച്ച് ആയിട്ടിരിക്കും. ഓക്കെ, സോ ഞാൻ പറഞ്ഞു RNA-യിൽ തൈമിൻ ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ ദേ ഹാവ് യുറാസിൽ. ഞാൻ ഇവിടെ നിന്ന് ഒരു ന്യൂക്ലിയോടൈഡ് എടുത്ത് അവരുടെയും സ്കെലിറ്റൻ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ദ സെയിം 5 കാർബൺ റിംഗ് പെൻറ്റഗൺ സ്ട്രക്ചർ. ഞാനിപ്പം ബേസ് യുറാസിലിൻ്റെതാണ് എടുത്തിരിക്കുന്നത് ടു കമ്പയർ ഇറ്റ് വിത്ത് ദ DNA. 5th കാർബണിൽ വന്നിട്ട് ഇവിടെയും ഫോസ്ഫേറ്റാണ് അറ്റാച്ച്ഡ് ആയിരിക്കുന്നത്. ഇവിടെ 2nd and 3rd കാർബണിൽ 2 OH ഉണ്ട്. ഓക്കെ, ഞാൻ ഇനി ഇവിടെ DNA നോക്കിക്കഴിഞ്ഞാൽ DNA ഹ്യൂമൻസിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ഹെലിക്കൽ സ്ട്രക്ചറാണ്, റൈറ്റ്? അവിടെയും നമ്മളുടെ സ്കെലിറ്റൻ സ്ട്രക്ചർ വന്നിട്ട് 5 കാർബൺ റിംഗ് പെൻറ്റഗൺ ഷേപ്പാണ്. ഞാനിവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി തൈമിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു നമ്പേഴ്സ് ഇങ്ങനെയാണ് പോകുന്നത്, അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആരോ ഇട്ടേക്കുന്നത്. 5th കാർബണിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. നമുക്കിതിപ്പം നോക്കണ്ട. സോ 5th കാർബണിൽ ഫോസ്ഫേറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്മളുടെ RNA-യിൽ 2nd കാർബണിൽ OH-ഉം ഇവിടുത്തതും H-ഉം ഡിഫറൻസ് ഉണ്ട്. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഡിയോക്സി മീൻസ് വിത്തൗട്ട് ഓക്സിജൻ. അതുകൊണ്ടാണ് DNA-യുടെ പേര് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ന്യൂക്ലിയോടൈഡ് 5 പ്രൈമിൻ്റെ 3 പ്രൈമിൽ അറ്റാച്ച് ചെയ്ത് അതെങ്ങനെയാണ് ഒരു ബാക്ക് ബോൺ ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഈ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത് ഞാനിപ്പം പറഞ്ഞു, ലൈക്ക് ഇവിടെ നിന്ന് ഫോർ എക്സാമ്പിൾ, ഓക്കെ ഞാൻ പുതിയതൊന്നും വരയ്ക്കുക. ഇതെൻ്റെ 5 പ്രൈം ടു 3 പ്രൈമാണ്, ഇതെൻ്റെ 5 പ്രൈം ടു 3 പ്രൈമാണ്. ഇവിടെ എൻ്റെ 2 ഫോസ്ഫേറ്റ് സർക്കിളായിട്ടുണ്ട്. സോ ഇത് രണ്ടുമാണ് അറ്റാച്ച് ആവുക, ഇവിടുത്തെ 3 പ്രൈമും ഇവിടുത്തെ 5 പ്രൈമും. ആൻഡ് ദേ ആർ ലിങ്ക് ടുഗെദർ ബൈ എ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ബിക്കോസ് ഇവിടെ ഫോസ്ഫേറ്റ് ഉണ്ട് ഇവിടെ,
ഓക്കെ. ഇവിടെ ഈ ഫോസ്ഫേറ്റ് വന്ന് ഈ 3' എന്ന് പറയുന്നത് തേർഡ് കാർബണിൽ വന്ന് അറ്റാച്ച്ഡ് ആവും ഈ ന്യൂക്ലിയോടൈഡിൻ്റെ. ദാറ്റ്സ് വൈ. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ആദ്യത്തെ ഒരു ന്യൂക്ലിയോടൈഡാണ്. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അഡിനീനാണ്. ഞാൻ എ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഈ ഡയറക്ഷനിലാണ് പോണത്. 5th കാർബണിൽ വന്ന് ഫോസ്ഫേറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഇപ്പോൾ സി എന്ന് പറയുന്ന ഒരു ഫോസ്ഫേറ്റ് ബേസുള്ള ഒരു ന്യൂക്ലിയോടൈഡ് വന്ന് ഈ ഫോസ്ഫേറ്റ് വന്നിട്ട് ആദ്യത്തെ 3rd കാർബണിൽ വന്നാണ് അറ്റാച്ച്ഡ് ആവുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ബൈ എ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂക്ലിയോടൈഡ് ഫ്രീ ആവുമ്പം, അതായത് ഒന്നിൻ്റെ കൂടെ അറ്റാച്ച്ഡ് അല്ലെങ്കിൽ ഈ ഫോസ്ഫേറ്റ് വന്ന് 3 എണ്ണം കാണും. ദർ വിൽ ബി 3 ഫോസ്ഫേറ്റ്. ഈ അറ്റാച്ച് ആകുമ്പം പോകുമ്പോഴാണ് ഈ 2 ഫോസ്ഫേറ്റ് മാറിക്കളയുന്നതും ഒരു ഫോസ്ഫേറ്റ് മാത്രം ഇരിക്കുന്നത്. വെൻ ദേ ഗെറ്റ് അറ്റാച്ച് ടു ദ പ്രീവിയസ് വൺ. ഇപ്പോൾ ഇതെൻ്റെ ഒരു ഷുഗർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതെൻ്റെ ഒരു ഷുഗർ ആണെങ്കിൽ എനിക്ക് വരയ്ക്കാൻ സ്ഥലമില്ല. സോ ഇതെൻ്റെ ഒരു ഷുഗർ ആണെങ്കിൽ ഈ 2 ഫോസ്ഫേറ്റ് മാറിപ്പോവും. ആൻഡ് ദിസ് ഈസ് മൈ ബേസ്, ഫോർ എക്സാമ്പിൾ ജി. ഓക്കെ, സോ അങ്ങനെ ഇത് കണ്ടിന്യൂസ് ഫോം ആയിട്ട് 5 to 3' ഡയറക്ഷനിലോട്ട് മാറിക്കൊണ്ടേ വരും. സോ ഈ ഫോസ്ഫേറ്റും ഷുഗറും ഇത്രയും ബേസ് ഇല്ലാതെ ദേ ആർ ദ ഷുഗർ ബാക്ക് ബോൺ. ഐ ടോൾഡ് യു അബൌട്ട്, ഞാൻ ഇങ്ങനെ കുഞ്ഞായിട്ട് പി എസ് എന്ന് എഴുതി വച്ചിരുന്നത്. നൗ യു ക്യാൻ റിലേറ്റ്. ഈ പി എസ് എന്ന് പറയുന്നത് എൻ്റെ ആ ഷുഗർ ബാക്ക് ബോണാണ്. ആൻഡ് ദിസ് എ സി എന്ന് പറയുന്നതും ഇവിടെ നിന്ന് ഈ താഴേന്നായിരിക്കും പോകുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടായിരിക്കും പോകുന്നത്. ആൻഡ് ഇവരുടെ കോംപ്ലിമെൻ്ററി ആയിട്ടായിരിക്കും ഇവരുടെ ബേസസ്. സിൻ്റെ കൂടെ ജിയും വരും 3 ഡാഷ് ഉള്ളതും, എൻ്റെ കൂടെ ടിയും വരും 2 ഡാഷ് ഉള്ളതും. ഈ ബേസിനെയാണ് പറയുന്നത് നൈട്രോജനസ് ബേസ്. ഈ കളർഫുള്ളായിട്ടിരിക്കുന്നത്. ഓക്കെ, ഈ കളർഫുള്ളാണ് നൈട്രോജനസ് ബേസ്. ഇത് ഉള്ളിലകത്താണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ കൂടെ 2 ബോണ്ടും സിയും ജിയും തമ്മിൽ 3 ബോണ്ടുമാണ് ഇരിക്കുന്നത്. വൈ? നമ്മളിപ്പോൾ അവരുടെ സ്കെലറ്റൺ സ്ട്രക്ചർ നോക്കിയാൽ ഗ്വാനിനും സൈറ്റോസൈനും തമ്മിൽ ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട് 3 എണ്ണം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് 3 ബോണ്ട് എന്ന് ഞാൻ പറയുന്നത്. അതേസമയം എ ആൻഡ് ടി, അഡിനിൻ ആൻഡ് തൈമിൻ്റെ നോക്കിയാൽ, യുറാസിൽ എന്ന് പറയുന്നത് RNA കേസിൽ യുറാസിലിൻ്റെ നോക്കിയാൽ അവിടെ 2 ഹൈഡ്രജൻ ബോണ്ടേ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് അവരുടെ തമ്മിൽ 2 ബോണ്ട്സും ഇവരുടെ തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ട്സും. ഇനി നമ്മൾ ഈ ബോണ്ടിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ ദേ ആർ മോർ സ്റ്റേബിൾ. ജി ആൻഡ് സി ഈസ് മോർ സ്റ്റേബിൾ ആസ് കമ്പയർഡ് ടു എ ആൻഡ് ടി. അപ്പോൾ ജി ആൻഡ് സിയുടെ നമ്പർ നമ്മളുടെ DNA എത്ര കൂടുതലിരിക്കോ ദാറ്റ് മേക്സ് അവർ DNA മോർ സ്റ്റേബിൾ. ഓക്കെ, സോ ഇനി നമ്മളുടെ DNA സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് ഞാൻ ആദ്യത്തെ പോയിന്റ് പറഞ്ഞ ഹൈഡ്രജൻ ബോണ്ട്സ്. സോ ഹൈഡ്രജൻ ബോണ്ട് വന്ന് നമ്മളുടെ ഈ ബേസസിനെ ATGC ബേസസിനെ ജോയിൻ ചെയ്ത് വയ്ക്കും. സെക്കൻഡ് വരുന്നതാണ് വോണ്ടർവാൾ ഫോഴ്സ്. വോണ്ടർവാൾ ഫോഴ്സ് വന്നിട്ട് നമ്മളുടെ ഈ ടി ഇങ്ങനെ മേളിലിരിക്കുന്നതും ഈ ജി ഇങ്ങനെ താഴെയിരിക്കണം, ഈ സ്റ്റാക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് വോണ്ടർവാൾ ഫോഴ്സ്. ഇറ്റ് ഹെൽപ്സ് ടു സ്റ്റാക്ക്. ഈ ജി ഇവിടെ ഇരുന്നാൽ ഇതിൻ്റെ മേളിലിരിക്കണം ടി, ഇതിൻ്റെ മേളിലിരിക്കണം സി, ആൻഡ് ഇത് ഒരു ഡയറക്ഷനിൽ മേളിൽ സ്റ്റാക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് വോണ്ടർവാൾ ഫോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹൈഡ്രോഫോബിക് ഇഫക്റ്റ്. ഹൈഡ്രോഫോബിക് ഇഫക്റ്റ് വന്നിട്ട് നമ്മളുടെ സെല്ലെന്ന് പറയുന്നത് ഫുള്ളി അക്വസ് എൻവയൺമെൻറ്റാണ്. സോ നമ്മളുടെ DNA ഈ ഫോസ്ഫേറ്റ് ഷുഗർ ബാക്ക് ബോൺ വന്ന് പോളാറാണ്. സോ ദേ ആർ ഇൻ ദ ഔട്ട്സൈഡ്, ഫേസിങ് ദ ഔട്ട്സൈഡ് ഡയറക്ഷൻ. ഓക്കെ, ആൻഡ് നമ്മളുടെ ഈ നൈട്രോജനസ് ബേസ് നോൺ പോളാർ ആയതുകൊണ്ട് ദേ വിൽ ബി ഇൻസൈഡ്. ഈ ഹൈഡ്രോഫോബിക് എഫക്റ്റ് കാരണം they are inside and they are forming a hydrogen bond. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടും പിന്നെ വോണ്ടർവാൾസ് ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം ദേ ആർ സ്റ്റാക്കിംഗ് അപ്പ്, ഒന്നിൻ്റെ മേളിൽ. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് DNA.
ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ DNA ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ആൻഡ് എങ്ങനെയാണ് നമ്മളുടെ DNA റിപ്ലിക്കേഷൻ ആവുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.